നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ രേഷ്മയുടെ തട്ടിപ്പ് രീതികൾ എങ്ങനെയാണ് എന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. 10 പേരെ വിവാഹം കഴിച്ച രേഷ്മ ഈ വീട്ടുകാരുമായി ബന്ധം പുലർത്തിയിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ബീഹാറിലെ സ്കൂളിലെ അധ്യാപിക എന്ന് വിശ്വസിപ്പിച്ചാണ് ഭർത്താക്കന്മാരെ രേഷ്മ പറ്റിച്ചത്. എല്ലാ ഭർത്താക്കന്മാരുമായി നല്ല ബന്ധമാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പോലീസ് പറയുന്നുണ്ട്. ബീഹാറിലേക്ക് പോകുന്നുവെന്ന് വിശ്വസിപ്പിച്ചാണ് ഒരു ഭർത്തൃ വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് യാത്ര തിരിക്കുന്നത്. 10 ഭർത്താക്കന്മാരെയും വിളിക്കാൻ പ്രത്യേക സമയവും രേഷ്മ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കൃത്യമായ ടൈം ടേബിളിലോടുകൂടി പൊക്കോണ്ടിരിക്കുകയായിരുന്നു ഇവർ. അങ്ങനെയാണ് തട്ടിപ്പ് വിജയകരമായി ഇത്രയും വർഷം നീണ്ടുനിന്നത്. രേഷ്മ വിവാഹം കഴിച്ച എല്ലാവരെയും പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള മോഷണ ശ്രമങ്ങൾ സംബന്ധിച്ചോ തട്ടിപ്പ് സംബന്ധിച്ചോ ഒരു പരാതിയും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. പലരും നാണക്കേട് കൊണ്ടാണ് ഈ വിവരങ്ങൾ പുറത്തു പറയാത്തത് എന്നാണ് നിഗമനം. 30-കാരിയായ രേഷ്മ ദാമ്പത്യത്തിൽ ഇത്രയും പേരെ കുരുക്കിയത് എന്തിനാണ് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. നിലവിൽ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന രേഷ്മയെ കസ്റ്റഡിയിൽ വാങ്ങാൻ ചൊവ്വാഴ്ച ആര്യനാട് പോലീസ് അപേക്ഷ നൽകും. 2014-ലായിരുന്നു രേഷ്മയുടെ ആദ്യ വിവാഹം. എറണാകുളം സ്വദേശിയായിരുന്നു ഇവർ വിവാഹം ചെയ്തത്. 2017 വരെയും ഇരുവരും ഒന്നിച്ചു കഴിഞ്ഞു. ഇതിനുശേഷമാണ് വിവാഹ തട്ടിപ്പ് ആരംഭിച്ചത്. 2022 ആയപ്പോഴേക്കും രേഷ്മ 4 വിവാഹങ്ങൾ കഴിച്ചു. തിരുവനന്തപുരം, അങ്കമാലി, തൊടുപുഴ, വാളകം സ്വദേശികളുമായിട്ടായിരുന്നു വിവാഹം. US-ൽ നഴ്സായി തൊടുപുഴ സ്വദേശിയും തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. ഇയാൾ ഫെബ്രുവരി 17-ന് നാട്ടിലെത്തി 19-ന് രേഷ്മയെ വിവാഹം കഴിച്ചു. തുടർന്ന് 24-ന് ഇയാൾ US-ലേക്ക് മടങ്ങുകയായിരുന്നു. 29 വരെ ഇയാളുടെ വീട്ടിൽ കഴിഞ്ഞ രേഷ്മ തുടർന്ന് വാളകം സ്വദേശിയുടെ അടുത്തേക്ക് മടങ്ങി. തുടർന്ന് മാർച്ച് 1-ന് ഇയാളുമായി വിവാഹം നടത്തി. സർട്ടിഫിക്കറ്റ് എടുക്കാനുണ്ടെന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് രേഷ്മ തൊടുപുഴയിലെ ഭർത്തൃ വീട്ടിലേക്ക് പോയിരുന്നത്. ഇതിനിടെ മാട്രിമോണി സൈറ്റ് വഴി കോട്ടയം സ്വദേശിയെ പരിചയപ്പെട്ടു. തൊടുപുഴയിൽ നിന്ന് വാളകത്തേക്കുള്ള യാത്രയ്ക്ക് രേഷ്മ ഉപയോഗിച്ചിരുന്നത് കോട്ടയം സ്വദേശിയായിരുന്നു. ഇതേയാളെയാണ് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് രേഷ്മയെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. തനിക്ക് ബീഹാറിൽ പോകണമെന്നും തിരുവനന്തപുരത്ത് ഒരാവശ്യമുണ്ടെന്നുമായിരുന്നു കോട്ടയം സ്വദേശിയോട് പറഞ്ഞത്. പോകുന്നതിന് മുൻപ് താലി കെട്ടണമെന്ന് ഇയാൾ പറഞ്ഞതോടുകൂടി യാത്രക്കിടെ ക്ഷേത്രത്തിൽ കയറി. നടയടച്ചിരുന്നതിനാൽ അന്ന് വിവാഹം നടന്നില്ല. ഇതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ആര്യനാട്ടുള്ള പഞ്ചായത്ത് അംഗവുമായി വിവാഹം നടത്താനിരുന്നത്. അതേസമയം വിവാഹശേഷം കൂടുതൽ കാലം ഒന്നിച്ച് ജീവിച്ചത് കൊല്ലം സ്വദേശിയോടൊപ്പമാണെന്നാണ് റിപ്പോർട്ട്. ഈ ബന്ധത്തിലായിരുന്നു കുഞ്ഞുണ്ടായത്. പിടിയിലാകുമ്പോൾ നെടുമങ്ങാടിന് സമീപത്തെ പഞ്ചായത്ത് അംഗം, കോട്ടയം സ്വദേശി, തിരുമല സ്വദേശി എന്നിവർക്കും വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു. പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹ ദിവസം കുളിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ കുളിമുറിയിൽ കയറിയെങ്കിലും കുളിച്ചില്ലായിരുന്നു. ഇത് പ്രതിശ്രുത വരന്റെ സുഹൃത്തിന്റെ ഭാര്യ കണ്ടുപിടിച്ചു. സംശയം മണത്ത ഇവർ വിവരം പ്രതിശ്രുത വരനെ അറിയിച്ചു. ബ്യൂട്ടി പാർലറിൽ കയറിയ തക്കത്തിന് രേഷ്മയുടെ ബാഗ് ഇവർ പരിശോധിച്ചപ്പോൾ അതിൽ മുൻ വിവാഹ സർട്ടിഫിക്കറ്റ് കണ്ടെത്തി. ഇതോടെയാണ് രേഷ്മയ്ക്ക് പിടി വീണത്.